എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഉപ്പേരിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് ക്ലീൻ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും 200 ഗ്രാം ചെമ്മീനാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അളന്ന് നോക്കിയിട്ടൊന്നുമില്ല. ഇതാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് കണക്കായിട്ടാണ് ഞാൻ പറയുന്നത് 200 ഗ്രാമിന്. പിന്നെ വേണ്ടുന്നതാണ് സവാള. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചിരവേ തേങ്ങ. പിന്നെ വേണ്ടുന്നതാണ് പിന്നെ ചുവന്ന മുളക് പൊടി. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചുവന്ന മുളക് പൊടിയുടെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തത്. 1/4 ടീസ്പൂൺ വേണമെന്നില്ല, അതിൻ്റെ പകുതി 1/4 ടീസ്പൂണിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ കറിവേപ്പില. പിന്നെ വേണ്ടുന്നത് ഉപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിന്നെ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇഷ്ടംപോലെ മണ്ണും പൊടിയെല്ലാം ഉണ്ടായിനി. അത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചെമ്മീൻ ഇതുപോലെ ചെയ്തതിന് ശേഷം കറി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്കൊരു മൺചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾക്ക് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് പാകത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളെ രുചിക്കനുസരിച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത് ചേർക്കുന്ന സമയത്ത്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ചെമ്മീൻ കറി വെക്കുന്നില്ലേ, അതേ ആ ഒരു രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ. അപ്പോൾ നമുക്കിത് ഉപ്പേരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റി കിട്ടും വേണം, എന്നാൽ ചെമ്മീൻ നന്നായിട്ട് വേവും വേണം. ആ രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറിയ തീയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ ഇത് വേവും ചെയ്യില്ല, വെള്ളം മുഴുവൻ വറ്റത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ ഇതാ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതാ ആ മാങ്ങയില്ലേ, പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ട് വളരെ ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചെമ്മീനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളി കുറച്ച് വേണ്ടുന്നവരാണെങ്കിൽ ആ ചെറിയ മാങ്ങയിൽ പകുതി എടുത്താൽ മതിയാകുമേ. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് ഉള്ളി, സവാള. അതും മാങ്ങ മുറിച്ച് അതേ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതാ ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇത് നമ്മൾക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ മാങ്ങയും പിന്നെ അതിലത്തെ സവാളയും പിന്നെ ചെമ്മീനും എല്ലാം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തീക്കൊന്ന് കുറച്ച് വെക്കാം. അപ്പോൾ ഇതാ അതിലത്തെ വെള്ളമെല്ലാം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് അതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ചെരുവിയതും കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത് വേവുന്നതിൻ്റെ അടിയിലൊന്ന് ഇതിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം വറ്റാനുണ്ടെങ്കിൽ ഈ തേങ്ങ ഇടുന്ന സമയത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറ്റി കിട്ടും.
അപ്പോൾ നമ്മൾക്കിനി ചെറിയ തീയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഉപ്പേരിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ മാങ്ങയൊന്നും ഉടഞ്ഞിട്ട് അത് ഞാൻ മുറിച്ചിട്ട് അതേ രീതിക്ക് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സവാളയും. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ഉപ്പേരി കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഉപ്പും പിന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. പുളിയെല്ലാം പാകത്തിനുണ്ട്, ഉപ്പും കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് കടുക് വറുത്തിടണം എന്നുള്ളവർക്ക് കടുക് വറുത്തിടാം കേട്ടോ. അപ്പം ഞാനിതിൽ കടുകൊന്നും വറുത്തിടുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു തുള്ളി വെളിച്ചെണ്ണ നനക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൊന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഉപ്പേരി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല കളറ്. നല്ല ചെമ്മീനൊക്കെ ആകുമ്പോൾ നമുക്ക് ചുവന്ന മുളക് പൊടിയെല്ലാം വേണം, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.